6-7 എന്താണെന്നോർത്ത് തലപുകച്ചും ഗൂഗിളിൽ തിരഞ്ഞും മടുത്തവരാണോ നിങ്ങൾ? Dictionary.com 2025 വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഈ വാക്കിന്റെ അർത്ഥം 67 എന്നല്ല, പിന്നെ എന്താണെന്നല്ലേ? പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ജെൻസി തലമുറ ഉപയോഗിക്കുന്ന വാക്കാണിത്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? 6-7 എന്നാൽ ന്യൂജൻ പിള്ളേർക്ക് വെറും ഒരു സംഖ്യയല്ല, മറിച്ച് അവരുടെ വികാര പ്രകടനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ച് വേർഡാണ്. ഈ വെറൈറ്റി വാക്കിന്റെ ഉദ്ഭവം അങ്ങ് സംഗീത ലോകത്ത് നിന്നാണ്. 2024 റാപ്പർ സ്ക്രില്ലയുടെ ഡ്യൂഡ് ഡൂഡ് എന്ന ഗാനത്തിലൂടെയാണ് ഈ വാക്കിന്റെ ഉദ്ഭവം. ചില റാപ്പ് ഗാനങ്ങളിലൂടെയും ടിക്ടോക്കിലൂടെയുമാണ് 6-7 ജനപ്രീതി ലഭിക്കുന്നത്. കുട്ടികളും കൗമാര ലോകവും ഇരു കൈയും നീട്ടി വാക്കങ്ങ് ഏറ്റെടുത്തു. തേരാപ്പാര ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്നും ഈ വാക്കിന്റെ അർത്ഥം വ്യക്തമല്ല. പ്രത്യേകിച്ചൊരു അർത്ഥമില്ലെങ്കിലും ജെൻസി തലമുറ രസകരമായ കാര്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പുതുതലമുറ ഹാസ്യ വിവരങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ചില്ലായിട്ടുള്ള മൂഡ്, വൈബ് തുടങ്ങിയ പദങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന പദമാണ് ഈ 6-7. സ്ക്രില്ലയുടെ റാപ്പ് സോങ്ങിലൂടെയാണ് 6-7 പിറവിയെങ്കിലും ആരാണ് ഈ വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയത് എന്നതിന് തെളിവില്ല. സ്ക്രില്ലയ്ക്ക് പിന്നിലെ ബാസ്കറ്റ്ബോൾ ഫാൻസ്, ടിക്ടോക്ക് വീഡിയോ നിർമ്മാതാക്കളും ഉപയോക്താക്കളുമാണ് ഇത് ജനപ്രിയമാക്കിയത്. 6'7" കിഡ് എന്ന് പറഞ്ഞു ബാസ്കറ്റ്ബോൾ പ്ലെയർ ടെയ്ലർ കെനിയാണ് ഈ വാക്കിനെ പ്രശസ്തി നേടിക്കൊടുത്തത്. ഈ 17-കാരൻ തന്റെ വീഡിയോകളിൽ നിരന്തരം 6-7 എന്ന പദം ഉപയോഗിച്ചു തുടങ്ങി. പയ്യെ കെനിയുടെ ആരാധകരും ഈ വാക്കങ്ങ് സ്വീകരിച്ചു. ചില നേരത്തെ ഈ പദത്തെ ആത്മവിശ്വാസമായി കണ്ടു, ചില നേരത്തെ കെനി 6-7 താളമായും ചില നേരങ്ങളിൽ അപ്രധാനമായ കാര്യങ്ങളെ വിശേഷിപ്പിക്കാനും ഉപയോഗിച്ചു. ഈ വാക്കിന്റെ ഉപയോഗം 2024 അപേക്ഷിച്ച് 2025 ഒക്ടോബർ മാസത്തിൽ 6 ഇരട്ടിയായി വർദ്ധിച്ചതായാണ് Dictionary.com പറയുന്നത്. സ്കിബിഡി, സിഗ്മ തുടങ്ങിയ വാക്കുകളുടെ പട്ടികയിൽ പുതിയ വാക്ക് കൂടി ഇടം പിടിച്ചിരിക്കുകയാണ്.